ിക്കുന്നതും കണ്ട് വിസ്മയം പൂണ്ട സുബൈറിന്റെ സ്വപ്നങ്ങളിൽ നിറയെ ഫാൽക്കണുകൾ ചിറകടിച്ചെത്തി. പക്ഷികൾക്കിടയിലെ രാജാവായ രാജാളിപ്പക്ഷി എന്നറിയപ്പെടുന്ന ഫാൽക്കണുകളെപ്പറ്റി കൂടുതൽ ഗവേഷണം നടത്താൻ സുബൈർ തീരുമാനിച്ചത് അബുദാബിയിൽ വെച്ചായിരുന്നു. തുടർന്ന് 5 വർഷത്തെ പഠനം. അബുദാബിയിലുള്ള സൈനസ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ ഫാൽക്കൺ റിസർച്ച് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അറബികളൊക്കെ ഈ കയ്യിൽ ഫാൽക്കണ വെച്ച് വരുന്നത് കണ്ടു. അതിന് പ്രത്യേകം ഈ ഫാൽക്കൺ പക്ഷികൾക്ക് വേണ്ടി മാത്രം അവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം UAE ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്, ഫാൽക്കൺ ഹോസ്പിറ്റലുകൾ. അപ്പോൾ ഈ ഫാൽക്കൺ പക്ഷികൾക്ക് ഒരു പ്രത്യേക പ്രാധാന്യം അറബികൾ കൊടുക്കുന്നത് കണ്ട ഞാൻ ആ പക്ഷികളെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാൻ വേണ്ടി ആ ഷെയ്ഖ് സായിദിൻ്റെ ആ ഹോസ്പിറ്റലിൽ ജോലിക്ക് ശ്രമിച്ചപ്പോൾ നിർഭാഗ്യവശാൽ ജോലി കിട്ടിയില്ല. അപ്പോൾ ഇവനൊരു തൂപ്പുകാരൻ്റെ ജോലിക്ക് വേണ്ടി പോലും ശ്രമിച്ചു. അതും കിട്ടാണ്ടായപ്പോൾ പിന്നെ ഞാൻ അലൈൻ ഡയറി ഫാമിൽ ജോലി ചെയ്തു. ആ സമയം എനിക്കൊരാഗ്രഹം, ഇങ്ങനെ നമ്മൾ ഒരു പക്ഷിയെ പറ്റി പഠിക്കാൻ വേണ്ടി ഉണ്ടല്ലോ, അപ്പോൾ ആ ഫാൽക്കൺ പക്ഷിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട്, അതിനെക്കുറിച്ചിട്ട് ഏറ്റവും ഉന്നതിയിൽ പഠിക്കാൻ വേണ്ടി, തന്നെയുമല്ല ഏഷ്യയിൽ തന്നെ ആരും കൈ വെക്കാത്തൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ഒരു ചേഞ്ചാണല്ലോ, ഒരു പുതിയ. ഫാൽക്കൺ സാന്നിധ്യമുള്ള വിവിധ രാജ്യങ്ങളിലും യൂണിവേഴ്സിറ്റികളിലും സുബൈർ സന്ദർശനം നടത്തിയിരിക്കും. ജർമ്മനിയിലെ ഹീഡൽബർഗ്